വജ്ര രചന ഹിമാനവീൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. നെഞ്ചു വലിഞ്ഞു മുറുകാൻ സ്വയം ഇരുന്ന് കുടിക്കുകയാണെന്ന പോലെ അവൻ ഓരോ വരികളും കേട്ടു. ശിക്ഷയെന്ന പോലെ അവൾ സ്നേഹിക്കുന്ന മനസ്സ്. പക്ഷെ വജ്ര എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് മറ്റേത് ശബ്ദത്തെയും വാക്കുകളെയും നിലംപരിശാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിനക്കൊരു ജീവിതമായി അല്ലേടാ ബിക്കൂട്ടാ. പള്ളിയിൽ നിന്ന് വന്ന ശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഹാളിൽ നിന്ന് പപ്പയുടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു എബി. മാത്യൂസിന്റെ ചോദ്യം കേട്ട് സെറ്റിയിൽ ചിത്രയുടെ മടിയിൽ കിടന്ന് എബി എന്ന് ഇടിവീർപ്പെട്ടു. ഉള്ളിൽ മുഴുവൻ അവിടെ ആള് വിട്ടുവന്ന വീർപ്പൂട്ടിലാണ്. സംസാരിച്ച് തീർന്നില്ലെന്ന പോലെ, കണ്ടു മതിയായില്ലെന്ന പോലെ, എന്തോ പറഞ്ഞറിയിക്കാനാവാത്തൊരു തരം വിങ്ങൽ. മനസ്സുകൊണ്ട് അടുത്തായിരുന്നുവെങ്കിലും സാമീപ്യം കൊണ്ട് നാളിതുവരെ അകലെയായിരുന്നവൾ. പക്ഷേ ഇനി അങ്ങനെയല്ലല്ലോ. അരികിൽ നിൽക്കാൻ ചാൻസ് കിട്ടുമ്പോഴൊക്കെ അധികാരത്തോടെ അവകാശത്തോടെ ഓടിച്ചെല്ലാം. ആരും കാണാതെയാണെങ്കിൽ പോലും കൈകോർത്ത് നിൽക്കാം. ഫോണിലൂടെ കൊതി തീരാതെ സംസാരിക്കാം, മെസ്സേജ് അയക്കാം. ഓർക്കുമ്പോൾ തന്നെ ഒരു കുളിരാണ്. ആ നിമിഷം അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ചതോർത്തു. തടയാൻ എത്ര ശ്രമിച്ചിട്ടും ചുണ്ടിലൊരു ചിരി ഒളിച്ചു വന്നു. നെഞ്ചൊക്കെ ഇപ്പോഴും അതിന്റെ ആഘോഷത്തിലാണ്. ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിത്രയുടെ മടിയിലേക്ക് മുഖം മറക്കുന്നേരം മാത്യൂസ് ഒന്ന് അർത്ഥം വെച്ചിരിച്ചു. ചിത്തു, ഇവൻ സെൻസർ ചെയ്താണ് നമ്മളോട് പറഞ്ഞതെന്ന് നല്ല സംശയമുണ്ട് എനിക്ക്. കണ്ടില്ലേ ഒരാവലക്ഷണം കേട്ട ചിരി. മനസ്സിപ്പോഴും ആ പള്ളിപ്പറമ്പിൽ തന്നെയാ. സത്യം പറഞ്ഞു, എന്താ ഉണ്ടായത്? അവൻ അഭിമായ ഒരു ചെയർ വലിച്ചിട്ടിരുന്ന് കണ്ണ് കൂർപ്പിച്ചുകൊണ്ടാണ് ചോദ്യം. ചിത്ര ചിരി ഒതുക്കി പിടിച്ച് അയാളുടെ കൈത്തണ്ടയിൽ അടിച്ചു. ദേയിച്ചായ മതി എന്റെ ചെക്കനെ കളിയാക്കിയത്. കളിയാക്കിയേ? ഞാൻ കാര്യമായി തന്നെ പറഞ്ഞ. 5 വർഷം മനസ്സിലിട്ട് നടന്നിട്ട് ഒടുക്കാ തുറന്നു പറയാൻ അവസരം കിട്ടിയപ്പോഴേ ഇങ്ങനെ മനസ്സിലിട്ട് ഓർത്ത് ചിരിക്കാൻ മാത്രം ഒപ്പിക്കാതെ ഇവൻ വരൂല. സത്യം പറയടാ, എന്താ നീ ഒപ്പിച്ചേ? എന്റെ കർത്താവേ, എന്റെ മാനം. നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി മാത്യൂസ് പറഞ്ഞു കേട്ട് ചിരി കടിച്ചു പിടിച്ച് പിന്നെ അയാളെ കണ്ണുരുട്ടി നോക്കി ചിത്രയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. ഒപ്പിച്ചു. അവളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മെടുത്തു. ആരാ ചോദിക്കാൻ വരുന്ന ഞാൻ നോക്കട്ടെ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. ഓ, എന്തൊരു വലിയ മാന്യം. അമ്മയോട് ചോദിച്ചാൽ അറിയാം തേവക്കൽ മാത്യൂസ് പ്രേമിച്ചിടുന്ന സമയത്ത് എത്ര വലിയ റോമിയായിരുന്നെന്ന്. ആ ഗുണം ഞാൻ കാണിക്കാതിരുന്ന മോശമല്ലേ മോനെ പപ്പ. പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് മാത്യൂസിനെ പിടിച്ചു വലിച്ച് അരികിലേക്ക് ഇരുത്തി അവൻ ആ തോളിലേക്ക് ചാഞ്ഞിരുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് അവന്റെ തലയിൽ തഴുകി. പഴയ ഓർമ്മകളിലേക്ക് പാഞ്ഞ് കുറുമ്പോടെ തന്നെ നോക്കുന്ന ചിത്രയെ കണ്ണിറുക്കി കാണിച്ചിരിച്ച് ചുണ്ടുകൂട്ടി ഉമ്മയെന്ന് കാണിക്കുമ്പോൾ മാത്യൂസും പഴയ പല നിമിഷങ്ങളും ഓർത്തെടുത്തിരുന്നു. മോത്തി കുസൃതിയോടെ ഒരു ചിരി വിരിഞ്ഞു. ഓടാ ഞാനേ എക്സ്ട്രാ ഡീസന്റ് ആയിരുന്നു അല്ലേ ചിത്തു? ആ ചോദ്യത്തിന് ചിരി ഒളിപ്പിച്ച് വെച്ച് കൂർത്തൊരു നോട്ടം നോക്കി ചിത്ര. ഓവേ, ഞാനത് വെള്ളം തൊടാതെങ്കിൽ വിഴുങ്ങാം. ഒന്ന് പോയേ പപ്പ. അതും പറഞ്ഞ് ചിരിയോടെ എഴുന്നേൽക്കാൻ തുടങ്ങി അവനെ മാത്യൂസ് കൈപിടിച്ചിരുത്തി. എബി, കേട്ടെടുത്തോളം ആ ചെറുക്കം പ്രശ്നമാട്ടോ. മോള് പറയും പോലെ സമയമെടുത്തായാലും അവനത് ഈസിയായിട്ട് നേരിടാൻ കഴിയുമെന്ന് എനിക്കും തോന്നുന്നില്ല. സൂക്ഷിക്കണം. അവന്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമ്പോഴും നന്നായിട്ട് ആലോചിക്കണം. എടുത്തു ചാടരുത്. വജ്ര അവന്റെ നാവിൽ നിന്ന് സത്യം അറിയും വരെ മാക്സിമം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായ മോനെ? തോളിൽ ചേർത്ത് പിടിച്ച പപ്പയുടെ കൈയെടുത്ത് കൂട്ടിപ്പിടിച്ചാണ് സൗമ്യമായെന്ന് ചിരിച്ചു. അറിയാം പപ്പ, വജ്ര കൊടുത്ത് വാക്ക് തെറ്റിക്കാതിരിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ അതിലൂടെ അവന് തോന്നിയാ നോക്കിൽക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. എന്നാലും ഞാൻ ശ്രദ്ധിച്ചോളാം. ആൾക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചെന്നിട്ടേ ഉള്ളൂ, ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. ഇനി പക്ഷെ മാറി നിൽക്കാൻ എനിക്ക് മനസ്സില്ല, അളവിലധികമായി ക്ഷമിക്കാനും. അത്രയും പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയ ബിയെ ആശങ്കയോടെ നോക്കിയ ചിത്രയുടെ മടിയിലേക്ക് ചിരിയോടെ കടന്നു മാത്യൂസ്. ഓർക്കുന്നോ ചിത്തു, നിന്റെ ആങ്ങളമാരോട് വഴക്കിടാൻ പോരുതെന്ന് നീ പേര് പറഞ്ഞപ്പോ ഞാൻ ഇതുപോലെ പറഞ്ഞ്? ആ ചോദ്യം കേട്ടൊന്ന് ഇടിവീർപ്പെട്ടുകൊണ്ട് തലയാട്ടുമ്പോൾ നാളിതുവരെ ആയിട്ടും തന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഏട്ടന്മാരുടെ മുഖം ചിത്രയുടെ മനസ്സിൽ തെളിഞ്ഞിരുന്നു. ആ ഉള്ളു വിങ്ങുന്നറിഞ്ഞ് മാത്യൂസ് 2 കൈയും മേലോട്ട് ഉയർത്തി ആ മുഖം കൈക്കുമ്പിളിലാക്കി. തോന്നുന്നുണ്ടോ ഒന്നും വേണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിയും മുമ്പേ ആ കവിളത്ത് അല്പം ശക്തിയിൽ തന്നെ തട്ടുകിട്ടി. ഉറഞ്ഞു തുള്ളിയതുപോലെ മുഖം വലിഞ്ഞു മുറുകിയിട്ടുണ്ട്, കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. മാത്യൂസിന് ചിരി പൊട്ടി. പ്രതീക്ഷയാണൊന്ന് കിട്ടുമെന്ന്. താനില്ലാവുന്ന ശ്വാസമെടുക്കാൻ പോലും കഴിയില്ല അവൾക്ക്. തന്നെയും മോനെയും പ്രാണനായി കൊണ്ടു നടക്കുന്നവളാണ്. അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു അടി കിട്ടാൻ വേണ്ടി തന്നെ ചോദിച്ചതാണ്. ചിരിച്ചു തീരും മുമ്പേ നിലത്തേക്ക് വീണിരുന്നു. തള്ളി താഴെയിട്ട ചിത്രയെ കണ്ണു മിഴിച്ചുകൊണ്ട് നോക്കിപ്പോയി. ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി വേണല്ലേ? രാത്രിക്ക് ചപ്പാത്തിയും ചിക്കനും വേണല്ലേ? ശരിയാക്കി തരാം. ഇന്നെനിക്ക് കഞ്ഞി കുടിച്ചാൽ മതി പൊന്നുമോൻ. അത്രയും പറഞ്ഞ് മുറിയിലേക്ക് പോയി കഥകി ശക്തിയോടെ അടച്ചപ്പോഴാണ് മാത്യൂസിന് അന്താളിപ്പ് മാറിയത്. കഞ്ഞിയെന്ന് മാത്രം കാതിൽ മുഴങ്ങി കേൾക്കുന്നു. കർത്താവേ, കഞ്ഞിയോ? മോളെ ചിത്തു, ഈ ചായം ചുമ്മാ പറഞ്ഞല്ലേ, നീ അതിക്രമൊന്നും കാണിക്കല്ലേ. മറുപടിയൊന്നും ഇല്ലെന്ന് കണ്ടതും നെടുവീർപ്പെട്ടുകൊണ്ട് സെറ്റിയിലേക്ക് കിടന്നു. എബി ദയനീയമായി നീട്ടി അങ്ങ് വിളിച്ചു. കഞ്ഞി മോന്തിക്കുന്നിനി. മുകളിൽ നിന്നുള്ള മറുപടി കേട്ടതും മൂക്കും നെറ്റിയും ചുളിച്ച് റിമോട്ട് കൊണ്ട് സ്വന്തം നെറ്റിക്കടിച്ച് മാത്യൂസ് പിറുപിറുത്ത് തിരിഞ്ഞു കിടന്നു.
മുകളിലെ തന്റെ മുറിയിൽ ബെഡിലേക്ക് മലർന്നു കിടന്ന് വജ്രയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കിടക്കുമ്പോൾ പപ്പ പറഞ്ഞ പോലെ ആ പള്ളിമുറ്റത്ത് തന്നെയാണ് തന്റെ മനസ്സിപ്പോഴുമെന്ന് പതിയെ പറയുകയായിരുന്നു എബിൻ. ചുണ്ടിലെ ചിരിമായുന്നില്ല. ആ മുഖത്തിന് ചുറ്റും വിരലോടിക്കുമ്പോൾ നാണത്തോടെ അവൾ മുഖം തെന്നി മാറ്റുന്നുണ്ടെന്ന് തോന്നിയവന് ഫോട്ടോ മുഖത്തേക്ക് അടുപ്പിച്ച് അതിലമർത്തി ചുണ്ടിയേർത്തപ്പോൾ ജാളിതയോടെ അവൾ തന്നെ തള്ളി മാറ്റുന്നുണ്ടെന്ന് തോന്നി. അകന്നു മാറും മുമ്പേ കൈ പിടിച്ച് വലിച്ച് നെഞ്ചിലേക്കിടുന്ന കാഴ്ച ഉൾമനസ്സിൽ കാണുന്നു. എബി വേണ്ട എന്നവൾ വിറയലോടെ പറയുന്ന കേൾക്കുന്നുണ്ട്. മുഖം കൈക്കുമ്പിളിലെടുത്ത് ആ നെറ്റിയിൽ അമർത്തി മുത്തുമ്പോൾ ഉള്ളിലെ സ്നേഹം മുഴുവൻ അതിൽ ചേർത്തിട്ടുണ്ടെന്ന് അവളുടെ കാതിൽ അടക്കം പറഞ്ഞു താൻ. വജ്ര എന്ന് നേർമയായി വിളിച്ച് ഉപബോധ മനസ്സിന്റെ പിടിവലിയിൽ നിന്ന് പുറത്തേക്ക് ചാടി ചിരിയോടെ തലയിണിൽ മുഖം പൂഴ്ത്തിയവൻ ധൃതിയിൽ ഫോൺ എടുത്ത് മെസ്സേജ് അയക്കാൻ തുടങ്ങും മുമ്പേ ആ സെക്കൻഡിൽ മെസ്സേജ് വന്നു. അയച്ച പേര് കണ്ട് നെഞ്ചിലേക്കൊന്ന് കൈവച്ചിരിച്ച് ഉമ്മ എന്ന് കൈവിരൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചുണ്ടിയേർത്ത് കാണിച്ച് മെസ്സേജ് ഓപ്പൺ ചെയ്തു. എബി ബഷീം പ്രണവ് വീട്ടിലേക്ക് കയറുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ബിസി ആവും കേട്ടോ, രാത്രി വിളിക്കാം. അവന്റെ മുഖത്ത് നിരാശപ്പെടന്നു. പറയാനറിയാത്തൊരു ദേഷ്യവും സങ്കടവും. അവളുടെ അവസ്ഥ അറിയാഞ്ഞിട്ടല്ല, അവന്റെ പ്രസൻസ്, അവളറിയാതെ അവൾ നോക്കുന്ന നോട്ടം, ഇതെല്ലാം ഓർത്ത് ഭ്രാന്തി പിടിക്കും. പാവം പെണ്ണ് ഒന്നും അറിയാതെ നെടുവീർപ്പിട്ട് വിരലുകൾ കൊണ്ട് നെറ്റി ഉരസുമ്പോൾ എബിയുടെ മനസ്സിൽ നിറയെ വജ്രയെ കണ്ടുള്ള പ്രണവിന്റെ നോട്ടം മാത്രമായിരുന്നു. നീ എന്റെ ക്ഷമ പരീക്ഷിക്കും പ്രണവ്. ഇഞ്ച ചതക്കും പോലെ ചതക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ശ്രമിച്ചാലും നീ തീരുമാനിക്കുമ്പോൾ ആ വായിൽ നിന്ന് പുറത്തുവില്ലെന്ന് എനിക്കറിയാം. നിന്റെ വായ തുറപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ട്. എൻ്റെ ആണവൾ, നല്ല സുഹൃത്താവാൻ നിനക്ക്. പക്ഷേ പ്രണയമാണ് നിന്റെ കണ്ണിനും മനസ്സിനും. ആ കണ്ണിൽ അവൾ പതിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എബി സമ്മതിക്കില്ലത്. പല്ലിറുമി പറഞ്ഞുകൊണ്ട് അവൻ കണ്ണം നിറച്ച് ശ്വാസം നീട്ടിയെടുത്തു. യോ അപ്പൊ ഇനി നമ്മുടെ പാത്തുവിന് നിൽക്കാൻ അല്ലേ പ്രണവ്? അടിച്ചു പൊളിക്കണം നമുക്ക്. വീട്ടിലെത്തി പോയ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കേൾപ്പിക്കായിരുന്നു ബഷീർ. പുഞ്ചിരിയോടെ അവൾ നോക്കി. അരികിലിരിക്കുന്നുണ്ട് പ്രണവ്. രണ്ടുപേരുടെയും കൈ പിടിച്ച് ഉത്സാഹത്തോടെ പറഞ്ഞവളുടെ കവിളിൽ നിറഞ്ഞ സ്നേഹത്തോടെ ബഷീർ പതിയെ തട്ടി. അവന്റെ ഫോൺ അടിച്ചതും വജ്രയുടെ കയ്യിൽ നിന്ന് കൈയെടുത്ത് ബഷീർ എഴുന്നേൽക്കുമ്പോഴും പ്രണവ് അവളുടെ കയ്യിൽ നിന്നും കൈവിട്ടിരുന്നില്ല. വിടാൻ ആഗ്രഹിക്കാത്ത പോലെ അങ്ങനെ തന്നെ ഇരുന്നു. അവളുടെ സാമീപ്യം, ആ ചിരി, സംസാരം, ഉത്സാഹം, എത്ര വേഗമാണ് തന്നിൽ പോസിറ്റീവ് എനർജി നിറച്ചത്. ഉള്ളു നിറഞ്ഞ പോലെ, വിശപ്പോ ദാമോ ഒന്നുമില്ലാത്ത പോലെ മനസ്സിൽ വല്ലാത്തൊരു നിറവ്. എന്റെ സന്തോഷത്തിന്റെ താക്കോൽ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ നിന്നെ വിട്ടത്, എന്റെ മനസ്സിൽ ഏത് മുറിവിനും മരുന്നായ നിന്നെ വിട്ടത്. എങ്ങനെയാണ് വജ്ര പ്രണവിനൊരു ജീവിതം ഉണ്ടാവുന്നത്? ഒന്നും ശ്വസിക്കാൻ പോലും കഴിയില്ല, പിന്നെയല്ലേ ജീവിക്കുന്നത്? എനിക്ക് വേണം. ഈ ലോകം തന്നെ എനിക്കെതിരായാലും നിന്നെ വേണം എനിക്ക്. ആളുടെ വിരലുകൾ അവന്റെ കൈകളിൽ മുറുകി. നെഞ്ചിടിപ്പ് ഭയത്തിന്റെ തേരിലേറി പായുമ്പോഴും അവന്റെ കൈവെള്ള പ്രണയഭാവം തന്നെ സ്വീകരിച്ചു. ഒരു നിമിഷം സ്വയം മറന്നു. സിരകളിൽ അങ്ങേയറ്റത്തെ ഇഷ്ടം പടർന്നു. ആളുടെ വിരലുകളിലേക്ക് ഉന്മാദത്തോടെ ഇഴയാൻ കൊതി പൂണ്ടവന്റെ വിരൽ ഞരമ്പുകൾ ഉണർന്നു. പ്രണവ്! വേവലാതിയോടെയുള്ള ബഷീറിന്റെ വിളി കേട്ട് ഞെട്ടിടുന്നപ്പോഴാണ് ചെയ്യാനൊരുങ്ങിയ പ്രവൃത്തിയെക്കുറിച്ച് ഓർത്തുപോയത്. വിളറി വെളുത്തുപോയ ആ നിമിഷം, കൈവിട്ടു പോയിരുന്ന മനസ്സ്, ആളോടുള്ള ഇഷ്ടം പെരുകി തീവ്രമായ പ്രണയത്തിലേക്ക് വഴിമാറിയ സെക്കൻഡുകൾ. ഹൃദയം ഒരു മിടുപ്പ് പകുതി വെച്ച് അടുത്തതിലേക്ക് ചാടിക്കടന്ന് പാഞ്ഞുപോയി. ബഷീർ തന്നെ വിളിച്ചെങ്കിലും കയ്യിലെ ഫോണിൽ തന്നെയാണ് അവന്റെ ശ്രദ്ധ. മുഖത്ത് പരിഭ്രമം. ടെൻഷനോടെ മറ്റാരൊക്കെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവന്റെ ഭാവം കണ്ട് കാര്യമെന്താണെന്ന വേവലാതിയോടെ നോക്കി വജ്ര. എഴുന്നേൽക്കും മുമ്പേ കഴിഞ്ഞ നിമിഷങ്ങൾ മനസ്സിലുണ്ടാക്കിയ വേലിയേറ്റത്തിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു കിടന്ന പ്രണവ്. അവന്റെ ഭാവം കണ്ട് കാര്യമെന്താണെന്ന വേവലാതിയോടെ നോക്കി വജ്ര. എഴുന്നേൽക്കും മുമ്പേ കഴിഞ്ഞ നിമിഷങ്ങൾ മനസ്സിലുണ്ടാക്കിയ വേലിയേറ്റത്തിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞു കിടന്ന പ്രണവ് ധൃതിയിൽ എഴുന്നേറ്റ് ബഷീറിന്റെ കൈത്തണ്ടയിൽ പിടിച്ച് അവന് നേരെ നിർത്തി ടെൻഷനോടെ നോക്കി. അപ്പോഴും ബഷീർ ആരൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താടാ, എന്താ, ആരപ്പോ വിളിച്ചേ? എടാ, നിന്റെ മുത്തശ്ശി ബാത്റൂമിൽ ചെറുതായിട്ടൊന്ന് വീണു. നിന്റെ ഫോൺ ഓഫ് ആണോ? വിളിച്ചിട്ട് കിട്ടുന്നെന്ന് പറഞ്ഞു വാസുവേട്ടൻ. പ്രണവ് ഞെട്ടിലോടെ പരിഭ്രമത്തോടെ ധൃതിയിൽ പോക്കറ്റിലേക്ക് കൈയിട്ട് ഫോൺ എടുത്ത് നോക്കി. വജ്ര വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ബഷീറുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭ്രാന്തി പിടിച്ച് ആ നേരത്തെ ഓഫാക്കിയതായിരുന്നു. മറന്നുപോയി. പിന്നെ വിറക്കുന്ന കൈയോടെ ഫോൺ ഓൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവന്റെ മനസ്സിന്റെ സംഘർഷം അറിഞ്ഞെന്ന പോലെ ബഷീർ ആ കൈത്തണ്ടയിൽ അലിവോട് അമർത്തി പിടിച്ചു. വജ്രയും അതേ ഭാവത്തിൽ അവന്റെ തോളിൽ കൈവച്ചു. കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞു. വീട്ടിൽ തന്നെ എപ്പോഴും. നീ ടെൻഷൻ ആവാതെ, നമുക്കിറങ്ങാം, വാ. ഞാൻ വിളിച്ചോട്ടെ മുത്തശ്ശൻ. പക്ഷേ എനിക്ക് കണ്ണിൽ വെള്ളം നിറഞ്ഞു തുടങ്ങിയിരുന്ന അപ്പോഴേക്കും ബഷീറും വജ്രയും വല്ലായ്മയോടെ പരസ്പരം നോക്കി. പ്രണവിന് എല്ലാമാണ് അവന്റെ മുത്തശ്ശൻ. തന്റെ ജന്മദോഷങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരെ ഒരു നോട്ടം കൊണ്ട് തളച്ച് എല്ലാ ശാപവാക്കുകൾക്ക് മേലെയും ദുഃഖങ്ങൾക്ക് മേലെയും തനിക്ക് കവചമായി നിൽക്കുന്ന അവന്റെ ദൈവമാണ് ആ മനുഷ്യൻ. അത് ഏറ്റവും നന്നായിട്ടറിയുന്ന അവർക്കിരുവർക്കും ഇപ്പോൾ പ്രണവിന്റെ നെഞ്ചിരിപ്പിന്റെ വേഗത മനസ്സിലാക്കാനാവും. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ, നിന്നെ അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞു. നമുക്കിറങ്ങാം. വാസുവിനെ വിളിച്ച് വന്നുകൊണ്ടിരിക്കണമെന്ന് പറ.
അപ്പോഴേക്കും വജ്രയുടെ അമ്മ മൂവർക്കുള്ള ചായയും പലഹാരമൊക്കെ ട്രെയിൽ കൊണ്ടുവന്നിരുന്നു. അവരുടെ മുഖത്ത് ടെൻഷൻ കണ്ട് നെറ്റി വിളിഞ്ഞു. അമ്മേ, ഞങ്ങൾ ഇറങ്ങുക, ഇവന്റെ മുത്തശ്ശൻ ബാത്റൂമിൽ നിന്ന് വീണു. ചോദിക്കും മുമ്പേ ബഷീർ കാര്യം പറഞ്ഞുകൊണ്ട് ടേബിളിൽ നിന്ന് അവന്റെ പേഴ്സും കൂളിംഗ് ഗ്ലാസും ഒക്കെ എടുത്ത് ഫോൺ ഡയൽ ചെയ്യുന്ന പ്രണവിനെ നോക്കി. അയ്യോ, എന്നിട്ട് ഹോസ്പിറ്റലാണോ? അല്ലമ്മ, വീട്ടിൽ തന്നെയാ. ഫാമിലി ഡോക്ടർ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ബഷീർ തന്നെയാണ് മറുപടി പറഞ്ഞത്. കോൾ കണക്ട് ആവുന്നില്ലെന്ന് കണ്ടതും ഫോൺ വേഗം പോക്കറ്റിലേക്ക് ഇട്ട് പ്രണവ് ബഷീറിനോട് വേഗം വണ്ടി എടുക്കാൻ പറഞ്ഞു. മോനെ, ഞങ്ങൾ കൂടി വരാന്നാ. പ്രണവ് വജ്രയെ നോക്കി. അവളിപ്പോഴും കൈത്തണ്ടിൽ പിടിച്ച് നിൽക്കുകയാണ്. അമ്മ പറഞ്ഞ പോലെ കൂടെ കൂട്ടാൻ തോന്നി. ടെൻഷനിലാണ് അവള്. മുത്തശ്ശൻ അവൾക്കും വലിയ കാര്യമാണ്. എന്തെങ്കിലും പറയും മുമ്പേ വണ്ടി എടുക്കാൻ പോകുന്ന പോക്കിൽ ബഷീർ വേണ്ടെന്ന് പറഞ്ഞ് വിലക്കി. വേണമേ, പോയെങ്കിലും വിളിക്കാം ഞങ്ങള്. ഇവന്റെ അമ്മായിമാരുടെ നാക്ക് അമ്മയ്ക്ക് അറിയുന്നല്ലേ. നിങ്ങളോടെന്തെങ്കിലും ചൊറിയുന്ന വർത്താനം പറയാൻ എന്തായാലും പറഞ്ഞു വരും. അത് കേട്ടാ എനിക്ക് ഇവനും കണ്ടോളൂ. ഞങ്ങൾ എത്തിയിട്ട് വിളിക്കാം. നാളെ മറ്റന്നാളെ പോയി കണ്ടാൽ മതി. അവൻ പറഞ്ഞ വാസ്തവമാണെങ്കിൽ കൂടി പ്രണവിന്റെ മുഖത്തൊരു നിരാശ വളർന്നു. കാറ് വന്നു നിന്നിരുന്നു മുമ്പിലപ്പോഴേക്കും. ഒന്നും വല്ലടാ, പേടിക്കണ്ട. നിന്നെ കണ്ടാതിന് മുത്തശ്ശി ഉഷാറാവും. ടെൻഷനാവാതെ. അവന്റെ ഉള്ളം കൈ പൊതിഞ്ഞു പിടിച്ച് പറഞ്ഞ വജ്രയെ ഒരു നിമിഷം നോക്കി നിന്നു. അമ്മയും അവന്റെ തോളിൽ തട്ടി ടെൻഷൻ ആവേണ്ടെന്ന് കണ്ണുകൾ കൊണ്ട് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇരുവരെയും നോക്കി നിറമങ്ങിയ ചിരിയോടെ കണ്ണുകൾ അടച്ച് തലയാട്ടി. സങ്കടവും അവസ്ഥയും വാശിയും ദേഷ്യവും അവളോടുള്ള ഇഷ്ടമൊക്കെ കലർന്ന് വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിൽ ആളുടെ കവളിൽ പതിയൊന്ന് തലോടി പോവാണെന്ന് കണ്ണുകൾ കൊണ്ട് യാത്ര ചോദിച്ചു. സ്വന്തം സമ്മർദ്ദം കുറയ്ക്കാൻ മനസ്സ് അതിന്റെ ഇഷ്ടത്തിന് കുതിച്ചു പോയതാണ്. ഉപബോധ മനസ്സ് അന്നേരം അവളെ വരിഞ്ഞു ചുറ്റി കരയുകയായിരുന്നു. തിരിഞ്ഞു നോക്കാതെ കാറിലേക്ക് ഓടിക്കയറുമ്പോൾ വാതിൽക്കൽ നിന്ന് അവൾ വേദനയോടെ നോക്കുന്ന കണ്ടു. ടെൻഷൻ ആവില്ലേ എന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നവളോട് ഒന്നും പറയാനില്ലാത്ത പോലെ കണ്ണടച്ച് സീറ്റിലേക്ക് ചാരി. ബഷീർ അവനെയും കൊണ്ട് തറവാട്ടിലേക്ക് പാഞ്ഞു. ഒന്നുമില്ലടാ മോനെ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. കണ്ടില്ലേ, കാലിൽ ഇത്തിരി നീര് വന്നിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. തല ചുറ്റിയപ്പോൾ പെട്ടെന്നൊന്ന് തെന്നി, അത്രയേ ഉള്ളൂ. നീ രാവിലെ പോയതല്ലേ, വിളിച്ചപ്പോൾ കിട്ടുന്നില്ലായിരുന്നു. നിന്നെ കാണാൻ തോന്നി പെട്ടെന്നേ. അതാ വാസുവിനോട് അങ്ങനെ പറഞ്ഞേ. നെറുകിൽ തലോടി പറയുന്ന മുത്തശ്ശനെ ഒന്നുകൂടെ മുറുക്കെ കെട്ടിപ്പിടിച്ചവൻ കിടന്നു. വീണെന്ന് കേട്ടപ്പോൾ നെഞ്ചു പിടച്ചു പോയി. കരുതലിന്റെ സ്നേഹത്തിന്റെ തണൽ വിരിച്ച് തനിക്ക് കാവലായി നിൽക്കുന്ന മഹാവൃക്ഷമാണ് മുത്തശ്ശൻ. ആ ധൈര്യമില്ലാതായാൽ പിന്നെ ജീവിതത്തിന്റെ വഴി നഷ്ടപ്പെട്ട പോലെ തളർന്നു വീണ് പോകും താൻ. അച്ഛനും അമ്മയും വജ്രയും ബഷീറും തന്റെ ജീവനും സന്തോഷമൊക്കെയാണ്. പക്ഷെ എല്ലാത്തിനും മുകളിൽ മുത്തശ്ശൻ എന്ന കരുത്തുണ്ട്, ആത്മധൈര്യമുണ്ട്. ഒരു നിമിഷത്തേക്കാണെങ്കിലും ആ കരുത്ത് വീണുപോയെന്ന് കേട്ടപ്പോൾ ഉലഞ്ഞുപോയി ഹൃദയം. ഒന്നാമതേ വജ്രയുടെ കാര്യമോർത്തുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. അതിനിടയിൽ ഇങ്ങനെയൊന്ന്. അടിമുടി തളർന്നുപോയി. ഡോക്ടർ ബഷീർ ഇത്തിരി മുമ്പാണ് പോയത്. എല്ല് പൊട്ടിയില്ലെങ്കിലും ചെറുതായി ചതഞ്ഞിട്ടുണ്ട്. പട്ടീസ് ചുറ്റിവെച്ചിരിക്കുകയാണ്. ബഷീർ വജ്രയെ വിളിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ. അമ്മായിമാർ പതിപോലെ തന്നെ ജാതകദോഷം പറഞ്ഞ് മുറുമുറുത്തപ്പോൾ ബഷീർ നല്ലപോലെ മറുപടി കൊടുത്തിട്ടാണ് പോയത്. മുത്തശ്ശൻ കേൾക്കിയൊന്നും പറയാൻ ആരും ധൈര്യം കാണിക്കില്ല. നല്ല പേടിയാണ് എല്ലാവർക്കും അദ്ദേഹത്തെ. നെടുവീർപ്പെട്ടുകൊണ്ട് മുത്തശ്ശന്റെ കഴുത്തടിയിൽ നിന്ന് തലപൊക്കി നോക്കി ചെറുതായെന്ന് ചിരിച്ചു വരുത്തി. അതേ നിറഞ്ഞ സ്നേഹത്തോടെ അവന്റെ നെറുകയിൽ ചുണ്ടു ചേർത്തു. ഉള്ളിലുള്ള മോഹമസ്തിയിലേക്ക് പടർന്നു വന്നിരിച്ചു നിൽക്കുന്ന പ്രണയം എല്ലാം മുത്തശ്ശനോട് തുറന്നു പറയാൻ പലവട്ടം ആലോചിച്ചതാണ്. കഴിയുന്നില്ല. സ്നേഹത്തോടെ നോക്കിയ കണ്ണുകളിൽ അവജ്ഞത, എതിർപ്പും ശാസനയും വിലക്കും കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല. ധിക്കരിച്ചു പോകും. കഴിയില്ലതിന്. വജ്രയുടെ കാര്യത്തിൽ ദൈവം വന്ന് പറഞ്ഞാൽ പോലും ഇനി മാറാൻ കഴിയില്ല. ആദ്യം അവളോട് പറയണം, എന്നിട്ടേ മുത്തശ്ശനോട് പറയൂ. എന്തെങ്കിലും അവൾക്കുള്ളിൽ തന്നെ തളക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യാണ് മനസ്സ്. മുത്തശ്ശ, എന്നും ഏത് പ്രതിസന്ധിയിലും എൻ്റെ കൂടെ ഉണ്ടാവുമോ? തനിച്ചാക്കൂ എന്നെ. കണ്ണടച്ച് പിടിച്ച് മുറുകെ പുണർന്നവനെ ചോദ്യം ചോദിക്കുമ്പോൾ ഉള്ളിൽ തികട്ടി വന്ന ഗതികത്തെ ശാസനയോടെ അയാൾ പിടിച്ചു നിർത്തി. നെഞ്ചിരിപ്പ് കൂടിയത് ശാന്തമാക്കാൻ ശ്രമിച്ചു. ഉത്തരം വൈകുന്ന കണ്ട് അസ്വസ്ഥതയോടെ പ്രണവ് മുഖമുയർത്തി നോക്കി. നിമിഷ നേരം കൊണ്ട് ചെറുചിരി മുഖത്ത് വരുത്തിയിരുന്നു അദ്ദേഹം. പിന്നല്ലാതെ എൻ്റെ മോൻ്റെ കൂടെ അല്ലാണ്ട് വേറെ ആർക്കൊപ്പം നിൽക്കാൻ ഞാൻ ഇന്ന് വരെ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും. ആട്ടെ, എന്താ ഉള്ളിക്കിടന്ന് പൊറുതി മുട്ടിക്കുന്നേ? പറയാൻ സമയമെങ്കിൽ പറയടോ. പ്രണവ് ദീർഘമായെന്ന് ശ്വാസമെടുത്തു. പുഞ്ചിരിയോടെ അദ്ദേഹത്തിന്റെ കൈ പൊതിഞ്ഞു പിടിച്ചു. പറയാം, ഇപ്പോഴല്ല, എന്നാൽ ഒരുപാട് വൈകിക്കില്ല. ആദ്യം എനിക്കൊരു ഉത്തരം കിട്ടണം. അതിനുള്ള താമസമേ ഉള്ളൂ. അവന്റെ മറുപടിയിൽ ഉള്ളിലൊരു നെടുവീർപ്പ് ഉയർന്നു. ഉൾക്കാഴ്ചയിൽ ഇപ്പോഴും പുലർച്ചെ കണ്ട സ്വപ്നമാണ്. വർഷങ്ങളായി വേട്ടയാടുന്ന ദിവസത്തിലേക്കുള്ള വഴിയുടെ ആദ്യ സൂചന എന്ന പോലെ അവ്യക്തമായി കണ്ട കാഴ്ചയാണ്. രാവിലെ കണ്ണു തുറന്ന മുതൽ ചുഴലി പോലെയാണ് തലച്ചോറിനെ മനസ്സിനെ വരിഞ്ഞ് ചുറ്റുന്നത്. രാവിലെ യാത്ര പറഞ്ഞ് പ്രണവ് പോകുമ്പോഴും ഉള്ളിൽ ആ സ്വപ്നം അങ്ങനെ എരിഞ്ഞു നിന്നു. അതേ ചിന്തയോടെയായിരുന്നു ഓരോ മണിക്കൂറുകളും കടന്നുപോയത്. തളർച്ച തോന്നി വീഴാനാഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് വലിയ കേടുപാടില്ലാതെ രക്ഷപ്പെട്ടത്. പ്രണവിനെ കാണാനുള്ള വ്യഗ്രത അധികരിച്ചു. വാസുവിനോട് വിളിക്കാൻ ഏൽപ്പിച്ച അതുകൊണ്ടാണ്. ആദ്യമായിട്ട് നിന്നെ ഏറ്റുവാങ്ങിയത് ഈ കൈകളാ.
എന്നും എപ്പോഴും നിനക്ക് വേണ്ടി മാത്രമാണ് കുഞ്ഞേ എൻ്റെ പ്രാർത്ഥന. പിഞ്ചു കുഞ്ഞായ നിന്നെ മാറോട് ചേർത്ത നേരം 6-ാം വിരൽ കൊണ്ട് നീ എൻ്റെ കണ്ണിലുണ്ടാക്കിയ ചെറിയ മുറിവിൽ നിന്ന് തുടങ്ങിയിരുന്നു നീ പോലും അറിയാതെ നീ തീർക്കുന്ന പ്രതിസന്ധികളുടെ യാത്ര. ആരും അറിയില്ലെന്ന് കരുതി മനസ്സിൽ ഒളിപ്പിച്ച ജാതകവശാലുള്ള ദോഷങ്ങൾ അത്രയും കുടുംബക്ഷേത്രത്തിൽ ഹോമം നടത്തിയ ദിവസം കർമ്മിയോട് പറയേണ്ടി വന്നു. മറ്റുള്ളവർക്ക് മുമ്പിൽ മറച്ചു വെക്കാനാവാത്ത വിധം ധർമ്മസങ്കടത്തിലാകപ്പെട്ടുപോയി. അതൊരു നിയോഗം തന്നെയാണ്, എന്ത് ചെയ്യാം. പ്രാർത്ഥന കൈവിടാതെ മനസ്സുകൊണ്ട് മുത്തശ്ശനൊരു യാത്രയിലാണ് മോനെ, നിനക്ക് വേണ്ടിയുള്ള യാത്ര. ഇനിയും അതിൻ്റെ കാഠിന്യം കൂട്ടാൻ പോവുകയാണ് ഞാൻ. ജയിക്കുമെന്നുറപ്പില്ലാത്തൊരു മത്സരം. മറുപക്ഷത്ത് ദൈവമാ. മനസ്സാൽ കൊടും തപസ് തന്നെ വേണ്ടിവരും. എൻ്റെ ജീവൻ കൊടുത്തായാലും ആ കടമ്പ നിന്നെ കൊണ്ട് മറികടത്താൻ ഞാൻ ശ്രമിക്കും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.